ഡോക്ടർ, ഇപ്പോൾ നോർമൽ വെയിറ്റ് ഉള്ളവർക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് ചെറുപ്പക്കാർക്കിടയിൽ പെട്ടെന്നുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്സ്. ഇതിന് പിന്നിലെ റീസൺ എന്താ? ഇതിപ്പോൾ ഞങ്ങൾ ഡോക്ടർമാർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമൽ വെയിറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ആരോഗ്യമുണ്ട് എന്നതിൻ്റെ ഗ്യാരണ്ടി ഇല്ല. ഇതിൻ്റെ ഒരു കാരണം തിൻ ഫാറ്റ് സിൻഡ്രോം എന്നൊരു കണ്ടീഷനാണ്. ഡോക്ടർ, തിൻ ഫാറ്റ് സിൻഡ്രോം എന്നാൽ എന്താണ്? അതൊന്ന് വിശദീകരിക്കാവോ? സൗത്ത് ഏഷ്യൻസിനെ മൊത്തമായി കാണുന്ന ഒരു ബയോളജിക്കൽ വൾണറബിലിറ്റിയാണ് ഈ തിൻ ഫാറ്റ് സിൻഡ്രോം. മെഡിക്കൽ ലിറ്ററേച്ചറിൽ ടോഫി എന്ന് പറയും. തിൻ ഔട്ട്സൈഡ്, ഫാറ്റ് ഇൻസൈഡ്. ഇവർക്ക് BMI നോർമൽ ആയിരിക്കും, വെയിറ്റ് കൊണ്ടും ആർക്കും സംശയം തോന്നില്ല. ഇവർക്ക് വിസറൽ ഫാറ്റ് കൂടുതലായിരിക്കും, മസിൽ മാസ് കുറവായിരിക്കും. ഇത് വളരെ അപകടകരമായ കോമ്പിനേഷനാണ്. ഇതിനെ നോർമൽ വെയിറ്റ് ഒബിസിറ്റി എന്നും പറയും. ഇതിന്റെ പ്രധാന കാരണം ജനറ്റിക്സ് ആണ്. ഡോക്ടർ, നോർമൽ വെയിറ്റ് ഒബേസിറ്റി അഥവാ തിൻ ഫാറ്റ് സിൻഡ്രോം ഉള്ളവർക്ക് BMI നോർമൽ ആയിട്ട് കാണപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ BMIയുടെ ഉപയോഗം എന്താണ്? BMI ഒരു സ്ക്രീനിംഗ് ടൂൾ മാത്രമാണ്. BMIക്ക് മസിൽ മാസിനെയും വിസറൽ ഫാറ്റിനെയും തിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വേർതിരിച്ചറിയുന്നതിന്റെ ഉപയോഗം എന്താണ്? മസിൽ ഒരു മെറ്റബോളിക് ഓർഗനാണ്. കൂടുതൽ മസിൽ ഉള്ളപ്പോൾ ശരീരം ഗ്ലൂക്കോസിനെ എഫിഷ്യൻ്റായി ബേൺ ചെയ്യുകയും ഫാറ്റിനെ സ്റ്റോർ ചെയ്യുകയും ചെയ്യില്ല. എന്നാൽ വിസറൽ ഫാറ്റ് ശരീരത്തിനകത്തെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുകയും ഇൻഫ്ലമേഷൻ കൂട്ടുകയും ചെയ്യും. ഇത് അപകടകരമാണ്. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? റുട്ടീൻ ചെക്കപ്പിലെല്ലാം ഒരുപക്ഷെ നോർമൽ ആയിരിക്കും. ഇതിന് കൃത്യമായി തിരിച്ചറിയാൻ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1 ബോഡി കമ്പോസിഷൻ അസസ്മെൻറ്റ്, 2 മെറ്റബോളിക് മാർക്കേഴ്സ്, ബ്ലഡ് മാർക്കേഴ്സ്. ബോഡി കമ്പോസിഷൻ അസസ്മെൻറ്റിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളത് ഡെക്സാ സ്കാൻ ആണ്. 2 ബോഡി കമ്പോസിഷൻ അനലൈസർ. സാധാരണയായി ക്ലിനിക്കിൽ നമ്മൾ വേസ്റ്റ് സർക്കംഫറൻസും വേസ്റ്റ് ടു ഹൈറ്റ് റേഷ്യോ ആണ് നോക്കുന്നത്. ബ്ലഡ് മാർക്കേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ, ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും മിസ്സാവുന്നതുമായിട്ടുള്ള ടെസ്റ്റ് ട്രൈഗ്ലിസറൈഡ് HDL റേഷ്യോ, വിസറൽ ഫാറ്റിൻ്റെ ബ്ലഡ് മാർക്കർ, ലിവർ എൻസൈംസ്, യൂറിക് ആസിഡ്, HbA1c, 3-month ആവറേജ് ബ്ലഡ് ഷുഗർ. ഡോക്ടർ, അതുപോലെ തന്നെ നോർമൽ വെയിറ്റ് ഒബേസിറ്റി ഉള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊരു സ്പെസിഫിക് അപ്രോച്ച് വേണം. ജസ്റ്റ് ഡയറ്റ് ആൻഡ് ലോസ് വെയിറ്റ് ഇവർക്ക് വർക്ക് ചെയ്യില്ല. കാരണം വെയിറ്റ് കുറയുമ്പോൾ പലപ്പോഴും മസിലും കൂടെ കുറയും. ഇത് കണ്ടീഷനെ വേഴ്സൺ ചെയ്യും. ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്നാമത്തെ പ്രയോറിറ്റി സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. മസിൽ ബിൽഡ് ചെയ്യുകയാണ് പ്രൈമറി ഗോൾ. 2 ഹൈ പ്രോട്ടീൻ ഡയറ്റ്, നമ്മുടെ കേരള ഡയറ്റിൽ മിസ്സാകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. 3 ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. 4 എയറോബിക് എക്സസൈസ്, ഉദാഹരണത്തിന് ബ്രിസ്ക് വാക്കിംഗ്. 7 to 8 hours ക്വാളിറ്റി സ്ലീപ്പ്. പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഡോക്ടർ, അപ്പോൾ ഈ തിൻ ഫാറ്റ് സിൻഡ്രോം ഉള്ളവർക്ക് ഫൈനലായിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് എന്താ? തിൻ ഫാറ്റ് സിൻഡ്രോം അഥവാ നോർമൽ വെയിറ്റ് ഒബിസിറ്റിനെ ഇഗ്നോർ ചെയ്യരുത്. ശരിയായ സ്ക്രീനിങ്ങിലൂടെ ഇതിനെ നേരത്തെ കണ്ടെത്താൻ കഴിയും. നമുക്ക് വേണ്ടത് ഭാരം കുറഞ്ഞ ശരീരം മാത്രമല്ല, മറിച്ച് മസിൽ മാസ് കൂടുതലുള്ള, വിസറൽ ഫാറ്റ് കുറവുള്ള, ആരോഗ്യകരമായ ഇൻസുലിൻ ലെവലുള്ള ശരീരമാണ്. വെയിറ്റ് ഈസ് വാട്ട് വി സീ, മെറ്റബോളിക് ഹെൽത്ത് ഈസ് വാട്ട്സ് റൺസ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിനെ നമുക്ക് ആരോഗ്യകരമാക്കാം. താങ്ക് യു ഡോക്ടർ.